അദ്ദേഹം എങ്ങനെയാ എല്ലാറ്റിലും ഭഗവാനെ കാണണം എന്ന് പറയും. നമുക്ക് എത്ര കാണാൻ പറ്റും? അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള സജ്ജനങ്ങളെ കാണുമ്പോൾ വേഗം നമുക്കത് ഉൾക്കൊള്ളാറാവും. അദ്ദേഹം എങ്ങനെയാ? കാകരൂപിണേ പാതാലേശായ നമ ശ്വാനരൂപിണേ പാതാലേശായ നമ. കാക്കയെ കണ്ടാലും പൂച്ചയെ കണ്ടാലും പട്ടിയെ കണ്ടാലും ഗുരുവായൂരപ്പ നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു കൊണ്ടായിരുന്നു അത്രേ അദ്ദേഹം. അപ്പോൾ ഇതിങ്ങനെ കുറേ കാണുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നി, ഞാനെന്തിനാ അങ്ങനെ എല്ലാറ്റിനെയും ഉപദ്രവിക്കണത്? എല്ലാവരിലും ഇരിക്കുന്നത് ഗുരുവായൂരപ്പനല്ലേ എന്ന് നമുക്ക് തന്നെത്താൻ മനസ്സിലാവും. അപ്പോൾ എളുപ്പം അതാണ്, സജ്ജനങ്ങളോട് കൂടിയുള്ള ജീവിതം ഭഗവാനെ സേവിച്ചുകൊണ്ട് അതാണ് എളുപ്പമായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉദ്ധവൻ വീണ് നമസ്കരിച്ചു ഭഗവാനെ. അന്ന് ചോദിച്ചില്ലേ വേണ്ടതൊക്കെ മനസ്സിലായോ, ഇനി എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ടോ, എത്ര നേരം വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം എന്നുള്ള അവിടുത്തെ ആ കാരുണ്യം, അത് അടിയന് മുതലായിട്ടുള്ള സമയത്ത് ഇനി എന്തിനാണ് അടിയൻ പരിഭ്രമിക്കുന്നത്? സകല സംശയങ്ങളും ദുഃഖങ്ങളും ഇല്ലാതായി. പ്രത്യർപ്പിതോ മേ ഭവതാനുകമ്പിന, അവിടുത്തെ കാരുണ്യം ഉണ്ടല്ലോ അടിയന്. അപ്പൊ അത് മതി, എൻ്റെ എല്ലാ സ്നേഹപാശങ്ങളും ഇല്ലാതായി. പക്ഷേ ഇനി ഞാൻ എന്ത് ചെയ്യണം? അതവിടെ ആജ്ഞാപിക്കണേ. അതിനൊന്ന് തിരുവയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിൽ എത്തിയിരിക്കുന്നത്. അപ്പോഴാണ് ഉദ്ധവനും ബൃഹസ്പതിയുടെ അടുത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് മധുരയിലെത്തിയത്. 2 പേര് വരെ പ്രായമാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, സജ്ജനങ്ങൾ പറയാറുള്ളത്. അപ്പൊ ഇത്രയും കാലം അന്ന് മുതൽ ഇന്ന് വരെ അവിടുന്ന് എന്ത് പറയണു അതാണ് അടിയൻ ചെയ്തിരിക്കുന്നത്. ഇനിയും അത് മാത്രം മതി അടിയൻ, ഇനി എന്ത് ചെയ്യണം അത് ആജ്ഞാപിക്കണേ എന്നങ്ങനെ പറഞ്ഞ് ആദ്യത്തിൽ വീണങ്ങനെ നമസ്കരിച്ചപ്പോ പറഞ്ഞു, ഗച്ഛോദ്ധമയാദിഷ്ടോ ബദര്യാഖ്യം മമാശ്രമം. ഉദ്ധവ ഇവിടെ നിൽക്കണ്ട, ഇനി കലികാലാണ് തുടങ്ങാൻ പോണത്. ദ്വാരകയാണെങ്കിൽ സമുദ്രത്തിൽ മുങ്ങാനാണ് പോണത്. അപ്പൊ അങ്ങ് ബദരിക്ക് പോയിക്കോളൂ. ഞാൻ തന്നതായിട്ടുള്ള ഉപദേശം വേദവ്യാസന് കൊടുക്കൂ. അവിടെ ആ ധ്യാനം കുറച്ച് തണുപ്പൊക്കെ അധികം ഉണ്ടാവുന്നുണ്ടെങ്കിലും ആ ധ്യാനത്തോടുകൂടി എൻ്റെ അടുത്തേക്ക് എത്തിക്കോളൂ എന്നും പറഞ്ഞ് ഉദ്ധവനെ യാത്രയാക്കിയപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചോദിക്കാനില്ല, പറയാനുമില്ല, പോയാൽ മതി. പക്ഷേ ഭഗവാനെ വിട്ട് എങ്ങനെ പോകും? അതാണ് ഉദ്ധവന. ഇനി എന്താ സൗന്ദര്യോത്തരതോ സുന്ദരതരം എന്ന് പറയുന്നില്ലേ ഭട്ടതിരിപ്പാട്. ഈ ഭഗവാനെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണുമ്പോ കിട്ടുന്നതായിട്ടുള്ള ആനന്ദം വേറെ എപ്പോഴെങ്കിലും കിട്ടുമോ? അത് ആലോചിച്ചാൽ വയ്യ ഉദ്ധവന്. വീണ നമസ്കരിക്കും, പ്രദക്ഷിണം വയ്ക്കും, വീണ നമസ്കരിക്കും, പോവാനങ്ങോട് പറ്റണില്ല. അപ്പോഴാണ് തൻ്റെ പാതുകകള്, ആ മെതിയടികള് പാദം കൊണ്ട് അങ്ങോട്ട് നീക്കി വെച്ചു കൊടുത്തു. അതും കൂടി ഇങ്ങോട്ട് കിട്ടിയപ്പോഴേക്ക് വളരെ സന്തോഷമായി ഉദ്ധവന്. ആ മെതിയടികള് ഒരു പട്ടിൽ പൊതിഞ്ഞ് ശിരസിൽ വെച്ചപ്പോൾ ഉണ്ടായ നിർവൃതിയിൽ കണ്ണങ്ങനെ അടഞ്ഞ സമയത്ത് തൻ്റെ ഹൃദയത്തിൽ നല്ലോണം കണ്ടു ഭഗവാനെ. പുറത്ത് ആട്ടുകെട്ടിലല്ല ഇരിക്കണത് ഭഗവാൻ, തൻ്റെ ഹൃദയമാകുന്ന ആട്ടുകെട്ടിലാണ് ഭഗവാൻ ഇരിക്കണത് എന്ന് ഉദ്ധവൻ അങ്ങനെ ബോധ്യപ്പെട്ടപ്പോൾ എന്നിട്ടും ആ പോണ സമയത്ത് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഉദ്ധവൻ പോയത്. അങ്ങനെ കാരുണ്യമൂർത്തിയായിട്ട് എന്തിനു വേണ്ടിയിട്ടാ ഉദ്ധവനതൊക്കെ ഉപദേശിച്ചത്? കലികാലത്ത് വരുന്നതായ ജനങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്നത്. ആ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഒന്ന് വീണ് നമസ്കരിക്കണ്ടേ മഹാരാജാവേ എന്നാണ് ശ്രീശുക ബ്രഹ്മഋഷി. നമുക്കും നമസ്കരിക്കേണ്ടതല്ലേ? ഭഗവാന്റെ ചെറിയൊരു കാരുണ്യം കൊണ്ടല്ലേ? ഒന്നും അറിയില്ലെങ്കിലും ഉത്തമേ പൂച്ച ഭഗവാന്റെ നാമം കുറച്ച് ജപിക്കാൻ സാധിക്കണത്, ഭഗവാനെ ഒന്ന് കാണാനോ ഒന്ന് നമസ്കരിക്കാനോ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പുണ്യകർമ്മം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യാണ്. ആ ഭഗവാനെ ഒന്ന് വീണ് നമസ്കരിക്കണ്ടേ? ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജശ്രേ ഭഗവതേസാരം അമൃതമുദധിതശ്ചാപായയൽ നൃത്യവർഗാൻ പുരുഷം ഋഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. ഭഗവാനെ നമസ്കരിച്ച് ഇനിതാ ഭഗവാന്റെ സ്വർഗാരോഹണം, ബലരാമസ്വാമിയുടെ സ്വർഗാരോഹണം, ആ വക കഥകളൊക്കെയാണ് പറയുന്നത്. ശ്രീരാഘവ തതോ മഹാഭാഗവതോദ്ധവേന ഭാവന
ब्रह्मशापं संस्कृतैश्वर्यादिवर्षभक्तये सिद्धवनेत्रानन्दनं सगधमति प्रत्याकृष्णविषयकर्णालक्ष्यं ततो तदामात्मरमिदं यच्छ्रीराजान्तरकुमारगमीनां विश्वा विष्णोर्विधिर्भरतमस्कर्षामिः विष्णुवासा भूतन्तरिक्षेणामहोत्पादान् विश्वासनां सप्राहिदोदम् एते घोरामहोत्पादात्वारुत्यायं भगवान् प्रियबाला सौद्धाचारधारणा अयं प्रभासूयास्यामस्तुति तत्राभिषेकपूर्षितमाविदा देवतापूजक्षामतुनारायणाहरि ब्राह्मणस्य महाभागवतसत्यनामयं नवभूषणवासभक्त्यात्रिभूष्टभिः विधिरशिक्षेणशुद्धमङ्गलायमुत्तमं देवत्योगवापूजा भूतसुवर्णो भव विधिजनसमानदानोत्थानधुतिषा अधेतुनभूतिरिप्रभासप्रविभूतिः चक्रप्रभयाविधं महाभारतमधु उत्सवप्रभृति प्रसिद्धि महाभारतभक्तानंदेनां योगप्रधावैलायामादायिना धनभिरजगदारतोवरस्तुभिः पदप्रदागेन्द्रविक्रमकमरुणशेखरयोगीधसपत्यस्थिरस्वपदार्थवितरयोगिवाधवरे पुष्टिं संभवितुः विचारवत्तोरुजारवत्तुजातिके जगतिग्रामोदाहरणो विदो विश्वासुरभूतं विदो अन्ये योगमाख्याय पौरुषं सत्याजलोकं मानुष्यं संयोग्यात्मानमात्मै सर्वत्र गोविन्दनामसंकीर्तनं गोविन्द हरे राम 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 हरे 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 कृष्ण 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 हरे हरे ബലരാമന്റെ സ്വധാമഗമനം വർണ്ണിച്ചു. രാമകല്യാണമായ സുന്ദരസുന്ദരപ്രാപ്യം ൂത്രപിംബോത്രമിടകടകാംഗതൈ കാരണോപുരപ്രാഭി ഔഷധേന വിരാജിതം പ്രമാലാപനീകാംഗം ൂർത്തിമഭ്യന്തിയായി ആശയം പങ്കുചായിരുന്നു അശ്രാവശേഷാവിൽ ഖണ്ഡത്തെ സുഹൃത്തഗോചര നിരാസ്യാകാരക്ഷരവ്യാധ ചതുർഭ്യന്തപരിശ്വാസമുദ്ഭിഷ വീതപഭാവിഷാദേവനശ്രീപുഷ അജാനുഗാഗ്രഹൂതം ശുദ്ധപരിവശിവാമസ്യൗത്തമശ്ലോകമേനഘ ധ്യാനം വദന്തി ഗച്ഛതേ വിഷ്ണോ അയാസാധുതം പ്രഭോ തന്മാശുചിവൈകുണ്ഠ ആത്മാൻവരുദ്ധഗം സ്യാത്യോഗനിജോഗ്രാദേശിതനാപ്പിലോകരാംഗേ തന്മായയാ പ്രീതദുഷ്ടേവതമിന്ദ്രേ വയം അസത്യതയോ ഗൃണീമ ശ്രീ ഭഗവാൻ വാചാ നാഭരത്തിരത്വം ദുഃഖാതാമേ യാഹിത്വമതിനാമ്പത് ഇത്യാദിഷ്ടോ ഭഗവതാക്ഷേനേക്ഷാശരീണ ത്രിപരിക്രമതന്യോ അനുവർഷതയുന്നക്ഷണധിഗമ്യതാം വായുണ്ടം സദാ മധുവാഗ്രഹായാഭിമുഖ്യയോ സംതത്ര ദിഗ്മദ്വിരാധേരവനവിശേഷത്വമോരേതരപ്പതി സ്നേഹപ്രദാത്മാനിപപാദ പാദയോരധാതോ പ്രത്യ സദാത്മലോചനം അവിഷ്ടത്വത്തിരണപദം പ്രഭോ ക്ഷുപ്രനഷ്ടാ തർശിപ്രവിഷ്ടാ ദിശോദയാനീ നർവേണ ശാന്തി യഥാവിഷായാം രൂപേ പുനഷ്ടേ ഇതിപ്രവേദോപരിണകാംക്ഷര
खवन्वागराजेन्द्रासाक्षिर्भिजलदीक्षा तवनिगच्छदिव्यानुक्षप्रहृणाञ्च तैनादिस्लाप्तान् सुखमाहजनार्दना गच्छद्वारमुदा नादीनान्यधरं यथा सङ्कर्षणस्य निर्याणं बद्धुभिर्भवद्दिशा वायवायाञ्चय भवद्भिश्च सपत्युभिः अयाप्तिकामिदुभिः समुद्रप्रावणिष्यभिः समुद्रपरिक्रम सर्वादाय विरोजना अग्नीनां दासर्वेन्द्रप्रस्थमुच्यथा ततो मध्यमवास्थाज्ञानलक्षोभेक्षरा न्यायासनामयज्ञायोगसमन्वय चित्तस्थपरिक्रम्यानवस्कृत्यविनपुना तत्पादौ श्रीष्टुवाधाय पद्मनाभगौरी विश्वमद्भगवते महापुराणे एकादशे त्रिंशत्तमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं भगवाന്റെ എഴുന്നള്ളത്ത് സ്വധാമകരം പറഞ്ഞു. ശ്രീകൃഷ്ണായ നമഃ. ശ്രീസുതവാച അഥ തത്രാഗമൽ ബ്രഹ്മ മഹേന്ദ്രപ്രമുഖാ ദേവാ മുനയസ്സ പ്രജേശ്വരാ ഇതരസിദ്ധഗന്ധർവ വിദ്യാധരമഹോദയ ചാരണായ ക്ഷരക്ഷാംസി കിന്നരാപ്സരസോദ്വിജാഃ ദൃഷ്ടുകാമാ ഭഗവതോ പരമോത്സുകാഃ ഗായന്തശ്ച ഗൃണന്തശ്ച ശൗര്യേ കർമാണി ജന്മ ച വവൃഷു പുഷ്പവരുഷാണി വിമാനാവലിഭിർനഭ കുർവന്തഃ സങ്കുലം രാജൻ ഭക്ത്യാ പരമയായുധാഃ ഭഗവാൻ വിദാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭോ സംയോജ്യാത്മനി ചാത്മാനം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഗുരുവായൂരപ്പ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഭാഗവതസ്വരൂപിയായ ഗുരുവായൂരപ്പനായി മാറി എന്നാണ് പറയുന്നത്. ലോകാഭിരാമാം സ്വതനും ധാരണാധ്യാനമംഗളം യോഗധാരണയാജ്ഞയാഗം ദിവിദുർഭയോ നേതു ഹേതു സുമനസശ്ചഖാൽ സത്യം ധർമ്മോ ധൃതിർഭൂമേ കീർത്തിശ്രേഷ്ഠാന്തം യയു ദേവാദയോ ബ്രഹ്മമുഖ്യ ന വിസന്തം സ്വധാമനെ അവിജ്ഞാതഗതിം കൃഷ്ണം ദദൃശുശ്ചാതിവിസ്മിതാഃ സൗദാമന്യാ യഥാകാശേ യാംയാഹിത്വാ പ്രമണ്ഡലം ഗതിർന ലക്ഷ്യത്തെ മർത്യൈഃ തഥാ കൃഷ്ണസ്യ ദൈവതൈഃ ബ്രഹ്മരുദ്രാദയസ്തേതോ ദൃഷ്ട്വാ യോഗഗതിം ഹരേഃ വിസ്മിതാസ്താം പ്രശംസന്ത സ്വം സ്വം ലോകം യയുസ്തദാ രാജൻ പരസ്യ തനുഭർജനനാപ്യയേഹ മായാവിഡംബരമവേഹി യഥാ നടസ്യ സൃഷ്ട്വാത്മനേദമന വിശ്വവിഹൃത്യ ചാന്ദേ സംഹൃത്യ ചാത്മമഹിമോ ഭരത സാസ്തേ മർത്യേന യോ ഗുരുസുതം യമലോകനീതം സ്വാം ജാനയച്ഛരണദ പരമാസ്ത്രദഗ്ധം വിദ്യേന്തകാന്തകമപീശമസാമനീശ കിം സ്വാമനേശ്വരനയൻ മൃഗയുൻസദേഹം തഥാപ്യശേഷസ്ഥിതി സംഭവാപ്യയേഷു അനന്യഹേതു യദശേഷശക്തിധൃത് നൈച്ഛൽ പ്രണേതും വപുരപ്രശേഷിതം മർത്യേന കിം സ്വസ്ഥഗതിം പ്രദർശയൻ യേതാം പ്രാതരുത്ഥായ കൃഷ്ണസ്യ പദവീം പരാം പ്രേതകീർത്തയേൽ ഭക്ത്യ താമേവാപ്നോത്യനുത്തമാം ദാരുഗോ ദ്വാരകാമേത്യ വസുദേവോഗ്രസേനയോഃ പതിത്വാ ചരണാവസ്ത്രയന്യഷിഞ്ചൽ കൃഷ്ണവിച്യുത കഥയാമാസന്നിധനം കൃഷ്ണീനാം കൃഷ്ണശോ നൃപ തച്ഛ്രുത്വോദ്വിഗ്നഹൃദയ ജനാശോകവിമൂർച്ഛിതാഃ തത്ര സ്മത്വരിതാ ജഗ്മു കൃഷ്ണവിശ്വേഷവിഹ്വലാഃ യസവച്ഛേദത്തെ യത്ര ജ്ഞാതയോ ഘ്നന്ത ആനനം ദേവകീരോഹിണീ ചൈവ വസുദേവസ്തഥാ സുതോ കൃഷ്ണരാമാവപശ്യന്ത ശോകാർത്താ വിജഹുസ്മൃതിം പ്രാണാംശ്ച വിജഹുസ്തത്ര ഭഗവദ്വിരഹാപുരാ ഉപഗുഹ്യപദീം സ്ഥാത ചിതാമാരുരുഃ സ്ത്രിയാം രാമപത്ന്യശ്ച തദ്ദേഹം ഉപഗുഹ്യാഗ്നിമാവിശൻ വസുദേവപത്ന്യസ്തൽഗാത്രം പ്രദ്യുമ്നാലിർഹയേ സ്നുഷാഃ കൃഷ്ണപത്ന്യോ വിശന്നഗ്നിം
रुक्मिण्याभ्यास्तदात्मिकाः अर्जुनप्रेयसख्यो कृष्णस्य विरहार आत्मानं सान्त्वयामास कृष्णगीतैः सदुक्तिभिः बन्धूनां नष्टगोत्राणाम् अर्जुनः साम्बरायिकं हतानां कारयामास यथा तदनुपूर्वशा द्वारकां हरिणा त्यक्ता समुद्रोप्लावयल्क्षणान् वर्जयित्वा महाराज श्रीमद्भगवदालयं नित्यं सन्निहितस्तत्र भगवान् मधुसूदन स्मृत्या शेषाशुभहरं सर्वमङ्गलमङ्गलं श्रीबालवृद्धानादाय हतशेषान् धनञ्जय इन्द्रप्रस्थं समावेश्य वज्रं तथाभ्युषेचय श्रुत्वा सुहृद्वथं राजन् अर्जुना ते पितामहः त्वां तु वंशधरं कृत्वा यत्मुः सर्वे महापथं य एतद्देवदेवस्य विष्णोः कर्माणि जन्म च कीर्तयेत् श्रद्धयामर्त्य सर्वपापैः प्रमुच्यते इत्थं हरेर्भगवतो रुचिरावतारवीर्याणि बालचरितानि च सम्भवानि अन्यत्र चेह च श्रुतानि गृह्णन् मनुष्यो परमहंसगतौ लभेत श्रीकृष्णाय नमः। इति श्रीमद्भागवते महापुराणे സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. ഭഗവാന്റെ ബലരാമേട്ടന്റെ യാത്രയും ഇതാ കാലിൽ അമ്പഴ